750ഓളം പാട്ടുണ്ട് വയലാർ ദേവരാജൻ. ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു ലിറിസിസ്റ്റും 750 പാട്ടുകൾ ലോക റെക്കോർഡാണ്. അതെ, ലോക സംഗീതത്തിൽ അതൊരു റെക്കോർഡാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ബാബുരാജുമായിട്ട് 125 പാട്ടുകളാണ്. ഇത്ര വ്യത്യാസമുണ്ട്. വയലാർ ദേവരാജൻ പാട്ടുകൾ 750 എണ്ണം വരികയാണ്. അതെ, 3 ഇരട്ടിയിലും അധികമാണ്. അതെ, 3 ഇരട്ടിയിലും അധികമാണ്. അത് വിവിധ വികാരങ്ങളുള്ള പാട്ടുകൾ. അതിനകത്ത് പ്രണയം, വിരഹം, പ്രതീക്ഷ, ഭക്തി, ശാസ്ത്രചിന്ത, വിപ്ലവാവേശം, സമരാവേശം, മനുഷ്യസ്നേഹം, മൃദുല വികാരങ്ങൾ, താത്വിക, ദാർശനികം എന്നൊക്കെ പറഞ്ഞ എല്ലാ പ്രദേശത്തുമുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എല്ലാം ഇപ്പം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ള ആളായിരുന്നു. ഭക്തിഗാനങ്ങൾ എടുക്കൂ. അതെ, എത്ര ഭക്തിഗാനങ്ങളാണ്. പെട്ടെന്ന് ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഗുരുവായൂരം ബലങ്ങളിൽ ഒരു ദിവസം ഞാൻ പോകും, തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി, ക്രിസ്ത്യ കന്യാമറിയമേ, ആകാശങ്ങളിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അങ്ങനെ ദയാപരനായ കർത്താവേ, ഈ ആത്മാവിനോട് കൂട്ടായിരിക്കണമേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞ് ഒരു 10 പാട്ട് ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇരുന്ന് പറയുന്ന പാട്ടുകളാണ്. എന്നാൽ ഇതേ ആള് തന്നെ ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞു. അത് എന്ത് രസമായിട്ടാണ്. ചന്ദ്രനുമല്ല. ഞാനത് വേറൊന്ന് കേട്ടിരിക്കുന്നത്, ഈ തോപ്പിൽ ബാസി KPSC വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞ് വയലാറിനെ കാത്തിരുന്ന് മടുത്ത് ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴി പിടിച്ചു വെച്ച് എഴുതിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിന് മറുഭാഗത്ത്, അത് ശരിയാണെന്നറിയില്ല, 2 പേപ്പർ, പക്ഷെ പറഞ്ഞതിന് കുറച്ച് അതിശോക്തിയാണെന്നായിരിക്കും. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് എഴുതിയ പേപ്പറിൻ്റെ മറുവശത്താണ് ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തും കല്ല്, തിരുപ്പതി മലയിലും ഗുരുവായൂരിലും തൃശംബരത്തും കല്ല്, ഈ കല്ലിനെ തൊഴുന്നവരെ കൽപ്പണിക്കാരെ മറക്കരുത്. ഇതിന്റെ മറുവശത്തൊക്കെ വരാൻ സാധ്യതയാണ്. ഇത്രയും നമ്പർ ഓഫ് പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ടൈം സ്പാനിൽ പറ്റില്ല. ഇടതും വലതൊക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ പാട്ട് എഴുതിയ ആള് തന്നെയാണല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മണ്ണ് പങ്കുവച്ചു. അത് ദേശീയ പുരസ്കാരം കിട്ടിയ പാട്ടാണ്. അച്ഛനും പാപ്പയും എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിത ഭാരം, ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞുപൂക്കൾ ഇതുവഴി പോയവർ പ്രവാചകന്മാരെ പറയുന്നത്. അതിനകത്ത് പറഞ്ഞ പോലെ പുനർജന്മത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം വരുന്നു. അക്കരെ മരണത്തിന് ഇരുവഴിയിൽ അഴുക്ക് വസ്ത്രങ്ങൾ മാറി വരും, അവർ മടങ്ങി വരും. ഇനി ആദിയിൽ വചനമുണ്ടായി. ആ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ചേട്ടത്തി എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. അത് മാത്രമാണ് ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ. അല്ലാതെ വീഡിയോ വളരെ കുറവ്. മാർഗം ചേട്ടാ, ഒരു ഫിലിം ടൈറ്റില് ഇങ്ങനെ ഡയറക്ടർ ഈ സിനിമയുടെ വരികൾ എഴുതിയിരിക്കുന്ന ഇന്നയാളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കട്ടിലിൽ നിന്ന് എണീറ്റിട്ട് ഒരു പാട്ട് എഴുതാൻ പോകുന്ന ഒരു വിഷ്വലും കൂടി ഉണ്ട്. അത്രേ വിഷ്വൽ ഉള്ളൂ. മറ്റൊരു വിഷ്വൽ പോലും നമുക്ക് അവൈലബിൾ അല്ല. മാർക്കോസ് ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു വയലാർ